സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ വൻ ആവേശത്തിലാണ് ഇടതു ക്യാമ്പ്. മണ്ഡലത്തിന്റെ ഹൃദയസ്പന്ദനം അറിയുന്ന നിലമ്പൂർ സ്വദേശിയായ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വോട്ടർമാരിൽ ശുഭപ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നുവന്ന ജനകീയ നേതാവ് ജന്മനാട്ടിൽ തെരഞ്ഞെടുപ്പ് അംഗത്തിനെത്തുമ്പോൾ ഇനി കളി മാറും. നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കണമെന്ന പ്രതിപക്ഷം പോലും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ മത്സരിക്കണം എന്ന് UDFിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ആവശ്യം ഉയർന്നു വന്നു. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് എതിർപക്ഷം പോലും പറഞ്ഞില്ല, മത്സരിക്കണം എന്നാണ് പറഞ്ഞത്. സ്വീകരിച്ചിരിക്കുന്നു. അവരുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിലമ്പൂരിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് 19 വർഷങ്ങൾക്ക് ശേഷമാണെന്നതും ശ്രദ്ധേയമാണ്. നിലമ്പൂരിലേത് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെതിരായ മത്സരമെന്നാണ് സ്വരാജ് പറയുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ച, നടപ്പാകില്ലെന്ന് വിധിയെഴുതിയ പല പദ്ധതികളും നടപ്പാക്കി കാണിച്ച ഇടതു സർക്കാരിന്റെ ഭരണ മികവ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയമായി പരിണമിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. അതുപോലെ തന്നെ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന LDFിനുള്ള സാമാന്യ ജനത്തിൻ്റെ അംഗീകാരമായും ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തെ കരുത്തനായ ഒപ്പം ഏറെ ജനപ്രീതിയുള്ള നേതാവാണ് സ്വരാജ്. തന്റെ ശക്തമായ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്തതാണത്. മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കായി എക്കാലവും സ്വരാജ് വാദിച്ചു. ലോകത്തെവിടെയുമുള്ള അടിച്ചമർത്തപ്പെട്ടവർക്കായി നിരന്തരം കലഹിച്ചു. യുദ്ധത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ അന്നുമിന്നും നിലയുറപ്പിച്ചു. ഗാസയിലെ കുഞ്ഞുങ്ങളെ ഭീകരർ കൊന്നുതള്ളുകയാണെന്നും അത് വംശഹത്യയാണെന്നും പറയാൻ സ്വരാജ് മടിച്ചില്ല. ഗാസയിലെ മനുഷ്യരുടെ പോരാട്ടങ്ങൾ അതിജീവനമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് യുദ്ധത്തിനായി മുറവിളി കൂട്ടിയവരോടും സ്വരാജ് കലഹിച്ചു. സ്വന്തം വീടിന്റെ ഉമ്മറത്ത് മിസൈൽ വരുന്നതുവരെയുള്ളൂ ചിലരുടെ യുദ്ധക്കൊതിയെന്ന് യുദ്ധദാഹികളായ മനുഷ്യരോട് അയാൾ പറഞ്ഞു. ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരണമെന്ന് അയാൾ പറഞ്ഞു. ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പിറക്കട്ടെയെന്ന് പ്രത്യാശിച്ചു. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ? ബാബറി കേസിൽ വിധി വന്ന ദിവസം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെയാണ്: ഈ ലോകം തന്നെ എനിക്കെതിരായി നിന്നാൽ പോലും എന്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്മാറില്ല എന്ന് സ്വരാജ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സ്വരാജിന്റെ ആവേശോജ്വലമായ പ്രസംഗങ്ങൾക്ക് ആരാധകർ ഏറെയാണ്. പക്വതയും നിലപാടുകളിലെ സുതാര്യതയും ആഴത്തിലുള്ള അറിവും ആശയവ്യക്തതയും കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ സ്വരാജ്. ചാനൽ ചർച്ചകളിലെ സ്വരാജിന്റെ ഇടപെടലുകൾ രാഷ്ട്രീയ വൈരികളെ അടക്കം അത്ഭുതപ്പെടുത്താറുണ്ട്. വ്യക്തിഹത്യയോ അസത്യപ്രസംഗമോ കൂകിവിളികളോ ആയിരുന്ന ചാനൽ ചർച്ചകളിൽ സ്വരാജ് വേറിട്ട മുഖമായി, മാതൃകയായി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? LDF പിന്തുണയോടെ 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ മുന്നണിയെ ഒറ്റുകൊടുത്തതാണ് ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂരിനെ വലിച്ചിഴക്കുന്നത്. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവറിന് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല. അതിൽ UDFുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ. ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത്. 2 തവണ നിയമസഭയിൽ എത്തിച്ച LDFിനെ അൻവർ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു. ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായ വിധിയെഴുത്ത് തന്നെയായിരിക്കും നിലമ്പൂരിലുണ്ടാവുക. നിലമ്പൂർ വലതുപക്ഷത്തിന്റെ രാവണൻ കോട്ടയൊന്നുമല്ല. ഇടതുപക്ഷം പലതവണ വിജയിച്ച മണ്ഡലമാണത്. 1965-ൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ച നിലമ്പൂർ മണ്ഡലം രൂപം കൊണ്ടതു മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം 7 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. നായനാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ച ആര്യാടൻ മുഹമ്മദിന്റെ കോൺഗ്രസ് UDFിലേക്ക് തിരിച്ചുപോയതിനു ശേഷം 1982-ൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്ന് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടനെ CPIM സ്വതന്ത്രനായി മത്സരിച്ച TK ഹംസ പരാജയപ്പെടുത്തി. 1980-ൽ 18,000-ഓളം ഭൂരിപക്ഷം നേടിയ ആര്യാടനെ 1566 വോട്ടിനാണ് ഹംസ പരാജയപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധി അടക്കം പ്രചരണത്തിനെത്തിയിട്ടും ആര്യാടൻ തോൽവി രുചിച്ചു. രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ആര്യാടനെയും കോൺഗ്രസിനെയും പാഠം പഠിപ്പിച്ച നിലമ്പൂർ ജനത
ഇപ്പോൾ UDF-നൊപ്പം ചേർന്ന് അൻവർ നടത്തിയ രാഷ്ട്രീയ വഞ്ചനയ്ക്കും വിധി എഴുതും. രണ്ടാം പിണറായി സർക്കാർ വന്നതിനു ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. ചേലക്കരയിലെ വിജയക്കൊടി നിലമ്പൂരിലും LDF പാറിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലൂടെ CPM മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം. ഇടതു സർക്കാരിന്റെ വികസന മുന്നേറ്റത്തിന്റെ ഒഴുക്കിന് ആക്കം കൂട്ടാൻ സ്വരാജ് കൂടി ചേരണമെന്നാണ് ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ LDF സർക്കാർ തുടർച്ചയായി 3ാമതും അധികാരത്തിലേറാനുള്ള കാഹളമായിരിക്കുമോ നിലമ്പൂരിൽ ഉയരുക? ഏതായാലും മികച്ച എതിരാളിയെ തന്നെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിനെ പ്രത്യേകം അഭിനന്ദിക്കാതെ വയ്യ.